ചെമ്പരത്തി നട്ടു. പൂ വിരിയാൻ സമ്മതിക്കാത്ത ആ പ്രാണികളെ നമുക്ക് തുരത്തണ്ടേ? അവരെ നമുക്ക് കണ്ടം വഴി ഓടിക്കണ്ടേ? ചെമ്പരത്തിപ്പൂവ് എല്ലാവരുടെ വീട്ടിലുണ്ടാവൂലേ? പക്ഷേ ഈ ചെമ്പരത്തിപ്പൂക്കൾ പിടിപ്പിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. എനിക്ക് ചെമ്പരത്തിപ്പൂവ് നട്ട് പിടിപ്പിച്ചപ്പോൾ ഉണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ആ ഒരു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കണേ. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവ് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. ഇത് കാണാൻ നല്ല ഭംഗിയാണല്ലേ. അപ്പം ഞാനിവിടെ സ്റ്റെയറിൻ്റെ ആ ഒരു ഭാഗത്താണ് ടട്ടിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നാടൻ ചെമ്പരത്തി. അത് ഒരു വർഷത്തോളമായിട്ട്, 2 വർഷത്തോളമായി ഇവിടെ നിൽക്കണ്. തണലത്ത് നിൽക്കണ കാരണം ഒട്ടും പോവില്ല കേട്ടോ അതിൻ്റെ മുകളിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ചെമ്പരത്തിയുടെ കളക്ഷനിലേക്ക് തിരിഞ്ഞതും. പിന്നെ ഓരോരോ കൊമ്പുകൾ ശേഖരിച്ചിട്ട് നമ്മൾ ഓരോ വീട്ടുകളിൽ നിന്ന് മേടിക്കുന്ന കൊമ്പുകൾ ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മുട്ടൊക്കെ വന്ന് അടിപൊളിയായിട്ട് പൂവൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടേ. അപ്പോഴാണ് ഈ ചെമ്പരത്തിക്ക് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട്. ആ ഒരു വില്ലൻ നമ്മുടെ ഈ പൂക്കളിൻ്റെ തേനും ഇതൊക്കെ കുടിക്കണ പൂമ്പാറ്റല്ല കേട്ടോ, ഒരു വെള്ളപ്പൊടിയുള്ള മില്ലി ബഗ്സ് എന്ന് പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, അതെൻ്റെ പൂക്കളെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. വെപ്പുണ്ടാവാൻ തുടങ്ങിയോ അന്ന് മുതലേ ആ സാധനം ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ആ പൂക്കളും മുട്ടും ഒക്കെ നശിപ്പിച്ച് കളയുന്ന ആ ഒരു മില്ലി ബഗ്സ്, അതിനെ ഓടിക്കാനുള്ള ശ്രമമാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 2-3 പരിപാടി ഉണ്ട്. ആ 3 പരിപാടിയിലും നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് തന്ന ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതൊക്കെ കണ്ടോ, ഈ നല്ല ഇങ്ങനെ നിറച്ചും ഇങ്ങനെ വെള്ളപ്പൊടികളാണ് കേട്ടോ. അപ്പോൾ ഈ ആദ്യം തന്നെ നമ്മൾ ഈ മില്ലി ബഗ്സിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളം നല്ല പ്രഷറിൽ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ ഈ സാധനമൊക്കെ എങ്ങോട്ട് വേണമെങ്കിലും തെറിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്താലും ഈ തെറിച്ചു പോയി കഴിഞ്ഞാൽ അതേ സ്പീഡിൽ തന്നെ ഇവറ്റങ്ങൾ തിരിച്ചു വരും. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എപ്പോൾ നനച്ചു കൊടുക്കുമ്പോഴും ആ ഒരു വെള്ളപ്പൊടി കളയാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ഞാനിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ വെള്ളം. പക്ഷെ അത് ഏറ്റില്ല. രണ്ടാമത് ഞാൻ നല്ല വെളുത്തുള്ളിയുടെ തൊലി ഇങ്ങനെ നന്നായി തിളപ്പിച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ വെളുത്തുള്ളിയുടെ തൊലി നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ആ ചണ്ടിയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഒരു കുപ്പിയിൽ കൊഴിച്ചിട്ട് നേർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ നേർപ്പിക്കാം. എന്നിട്ട് അതിനിങ്ങനെ ആ പൊടിയൊക്കെ വെള്ളപ്പൊടിയുള്ള സ്ഥലത്ത് നന്നായിട്ട് ഇതിൻ്റെ തുമ്പത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു ആഴ്ചയിൽ 2 വട്ടം എന്നുള്ള രീതിയിൽ ആക്കി കൊടുത്താൽ തന്നെ നമുക്കത് പിന്നെ അതിനോടിക്കാൻ പറ്റും. നല്ല മരുന്നാണ്. ഈ വെളുത്തുള്ളിയുടെ ഈ സ്മെല്ലുണ്ടല്ലോ, അത് അവറ്റങ്ങൾക്ക് ഇഷ്ടമല്ല തോന്നുന്നത്. അപ്പോൾ അവറ്റങ്ങളൊക്കെ ഏത് വഴിയെങ്കിലും പൊയ്ക്കോളും. അപ്പം ഞാൻ കമ്പ് പിടിപ്പിക്കുന്നത്, ചെമ്പരത്തിയുടെ കമ്പ് പിടിപ്പിക്കുന്നത് ഇതേപോലെ ഒഴിഞ്ഞിരിക്കുന്ന നനവ് വരുന്ന സ്ഥലങ്ങളിൽ കമ്പ് പിടിപ്പിക്കുന്നിട്ട് ഏകദേശം അതൊക്കെ ഒന്ന് പിടിച്ച് വന്നു കഴിഞ്ഞാൽ, നല്ല ഇലകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വേര് ഇതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇളകി കിടക്കണ മണ്ണാണ്. ഇപ്പം നമ്മുടെ വേറെ പേരൊക്കെ നട്ടിട്ടുള്ള ഒരു ഡ്രമ്മാണ്. അപ്പോൾ അതിൽ നിറച്ചും കരിയിലയും ഒക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ അതിലാണ് എനിക്ക് കിട്ടുന്ന ചെമ്പരത്തി കമ്പുകൾ വേര് പിടിപ്പിക്കുന്നത്. പിന്നെ ഇതുപോലെ ചട്ടികളിലും കുത്തിവെക്കും. അപ്പോൾ അതിൽ വേര് പിടിച്ചാൽ അങ്ങനെ നമുക്ക് ഇലയൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് മെല്ലെ വേര് പൊട്ടാണ്ട് പറിച്ചിട്ട് ചട്ടിയിലേക്ക് മാറ്റി വെക്കും കേട്ടോ. അങ്ങനെ കുറേ ചെമ്പരത്തിയുടെ പല പല കളറുകൾ നമ്മളിവിടെ വേര് പിടിപ്പിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഇനി ഒന്ന് വലുതായി ഏകദേശം ഒരു 3-4 മാസം കഴിയണം കേട്ടോ, നന്നായിട്ടൊന്ന് പൂവൊക്കെ ഉണ്ടായി തുടങ്ങണമെങ്കിൽ. എൻ്റെ ചെമ്പരത്തിപ്പൂവ് പിന്നെയും കൊഴിഞ്ഞ് വിടാൻ തുടങ്ങി. അപ്പോൾ ആ ചെമ്പരത്തിപ്പൂവ് പൂക്കൾ അങ്ങനെ മുട്ടൊക്കെ വരും, പിന്നെ 2 ദിവസം കഴിഞ്ഞാലും അത് കൊഴിഞ്ഞു വീഴും, പൂവ് വിരിയാനായിട്ട് മുന്നേ തന്നെ. അപ്പോൾ ഞാൻ അതിന് പരിഹാരമായിട്ട് മില്ലി ബഗ്സിന് എന്താ പറയുക, കണ്ടം വഴി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതവിടെ ഒരു സൂത്രം കാണിക്കുന്നുണ്ട്. നമ്മുടെ ചീനമുളക് ഒരു 3 എണ്ണം, 2 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് കുത്തിച്ചതച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിനെ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഇടുക. ഗ്ലാസ്സിലേക്ക് ഇടണമെന്നൊന്നുമില്ല കേട്ടോ, ഒരു കുപ്പിയിൽ കിട്ടാൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പാത്രം കഴുകണ ആ ലോഷൻ ഉണ്ടല്ലോ, ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് ലോഷൻ, അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഞാൻ താഴെ അടുക്കളയിൽ നിന്ന് ചെയ്യണേ. നമ്മുടെ ചെമ്പരത്തിയൊക്കെ ഉള്ളത് ടെറസിൻ്റെ പൊക്കത്താട്ടാ. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മുടെ കുപ്പി അവിടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലിട്ടിട്ട് കൊണ്ടുപോകണത്. അപ്പോൾ കുപ്പി താഴെ ഇല്ലാത്തതുകൊണ്ടാണ് ഗ്ലാസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ ഒരു കുപ്പിയിലേക്ക് അത് പകർത്തുക. നല്ല എരിവുള്ള ഒരു സാധനമാണിത്. നമ്മുടെ മുഖത്തും കയ്യിലൊന്നും ആവാതെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ.
പിന്നെ ഇത് ഒഴിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മേത്തേക്ക് ആവാതെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി ഈ മരുന്നാണ് കേട്ടോ ഏറ്റവും നല്ല എഫക്റ്റായിട്ടുള്ള മരുന്ന്. അപ്പോൾ ഉറുമ്പുകളൊക്കെ ആ ടൈമിൽ തന്നെ അങ്ങോട്ട് ചാവൂട്ട. അതേപോലെയാണ് ഇതിൻ്റെ പവർ, നല്ല പവറാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം പകർത്തണമെങ്കിൽ പകർത്താം, പകർത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിനൊഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പം നല്ലോണം ഈ വെള്ളപ്പൊടി എൻ്റെ എല്ലാ പൂമുട്ടിൻ്റെ മുകളിലുണ്ട് മാതിരിയാണ് കേട്ടോ ഈ സാധനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചെടിയെ നശിപ്പിച്ചു കളയും ഈ മില്ലി ബഗ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ള സംഭവം കേട്ടോ. അപ്പോൾ വെള്ളീച്ച എന്നൊക്കെ പറയുന്നതും ഇതന്നെ തോന്നണം. അപ്പോൾ രണ്ടും രണ്ട് തരാമെന്നറിയില്ല, രണ്ടും ഒന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. വെള്ളീച്ച പറയണ മില്ലി ബഗ്സ് എന്നൊക്കെ പറയണ ഒന്നാണെന്ന് തോന്നണം. അപ്പോൾ ഇത് നമ്മുടെ ചെടിയെ തന്നെ നശിപ്പിച്ച് കളയും മാതിരി സാധനമാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി പകർത്തിയിട്ട് ഇതിന് നന്നായി തെളിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ നന്നായിട്ട് ഏറ്റിട്ടാ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേനും അപ്പോഴത്തേനും തന്നെ അതിൻ്റെ മുകളിലുള്ള ഉറുമ്പുകളും ഈ മില്ലി ബഗ്സൊക്കെ ചത്ത് കഴിഞ്ഞിട്ടാണ്. പിന്നെ നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കുമല്ലോ, അപ്പോൾ ഇതിൻ്റെ ഇലകളിലൊന്നും ആവാതെ ഇതിൻ്റെ പവർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇലകളിലൊന്നും വെള്ളം ആവാതെ കടക്കൽ മാത്രം നനച്ചു കൊടുക്കുക.